വിശാലിനിയുടെ മഹാ എപ്പിസോഡിൻ്റെ ഒന്നാം ഭാഗത്തിൽ മാല കൊണ്ടുപോയ വിഷമത്തിൽ റോഡിൽ തന്നെ കിടന്ന് കരയുകയാണ് വിജയലക്ഷ്മി. അന്നേരം ഓടിക്കൂടിയ ആൾക്കാരൊക്കെ വിജയലക്ഷ്മിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാലിന് വല്ലതും കുഴപ്പം പറ്റിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊന്നും സാരമില്ല, കാല് പോണെങ്കിൽ പോട്ടെ, എൻ്റെ 5 പവൻ്റെ മുല്ലമുട്ട് മാലയാണ് അവൻ കൊണ്ടുപോയത്, പിടിക്കവനെ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം കുറച്ച് പേര് കള്ളൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. കുറേ നേരം കഴിഞ്ഞ് ഓടിക്കൂടിയ സ്ത്രീകളൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നമുക്ക് പോലീസിനോട് പരാതിപ്പെടാം, എഴുന്നേൽക്കെന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മിയെ സാവധാനം അവിടെ നിന്നും പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. അതേസമയം ഒരുങ്ങാനായി കണ്ണാടി മുമ്പിലേക്ക് സാരിയൊക്കെ ഉടുത്തിരിക്കുകയാണ് സുസ്മിത. തുടർന്ന് വാതിൽക്കൽ വന്ന് ശാലിനി നിൽക്കുമ്പോൾ അകത്തേക്ക് വാടിയെന്ന് വിളിക്കുകയാണ്. അന്നേരം ഇഷ്ടമില്ലാതെ തന്നെ ശാലിനി അകത്തേക്ക് കയറുകയാണ്. എന്താടി നോക്കി നിൽക്കുന്നത്, ആൻറ്റി നിന്നോടൊന്നും പറഞ്ഞില്ലേന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, എരുമയോ കുരങ്ങിനെയോ മറ്റോ ഒരുക്കണമെന്ന് പറഞ്ഞു, ഏതിനെയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞില്ല. അന്നേരം സുസ്മിത ചാടി എഴുന്നേറ്റ് പറയുകയാണ്, എരുമ നിന്റെ വീട്ടിലുണ്ടല്ലോ. അന്നേരം ശാലിനി പറയണം, ആഹാ, എങ്കിൽ രണ്ടാമത് പറഞ്ഞതിനെ ഒരുക്കാം, എനിക്ക് പരിചയമില്ലാത്ത പണിയാണ്. അന്നേരം ദേഷ്യപ്പെട്ട്, എടി ഞാൻ ആൻറ്റിയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുകയാണ് സുസ്മിത. അന്നേരം ശാലിനി പറയുകയാണ്, ഫീലുകളാണ് ഇങ്ങനെ ഏത് സമയവും പരസഹായമൊക്കെ തേടുന്നത്, നിനക്ക് എന്നോട് എതിരെ നിന്ന് മുട്ടാനുള്ള ഒരു ധൈര്യം പോലും ഇല്ലല്ലോ. അന്നേരം സുസ്മിത ശാലിനിയെ വെല്ലുവിളിക്കുന്നുണ്ട്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ വിഷ്ണുവേട്ടൻ എൻ്റേതാണ്, പിന്നെ നിനക്ക് എന്തിനാണ് ഈ ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ. അന്നേരം ശാലിനി പറയുകയാണ്, ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് തന്നെയാണ്. അതിന് കാരണം ഞാൻ ശാലിനിയും നീ സുസ്മിതയും ആയതുകൊണ്ടാണ്. നിന്നെ കാണുമ്പോൾ എനിക്ക് എന്തിനോ വേണ്ടി വെട്ടിത്തിളയ്ക്കുന്ന സാമ്പാർ, അതാണ് ഓർമ്മ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചും മറുപടി കൊടുക്കുന്നുണ്ട് ശാലിനി. കഴുത കുതിരയോട് മത്സരിക്കാറില്ല എന്ന് ശാലിനി പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, ആരാണ് കഴുതയാവുന്നതെന്ന് നോക്കാം, തൽക്കാലം ആൻറ്റി പറഞ്ഞതുപോലെ നീ എന്നെ ഒന്ന് ഒരുക്കാൻ നോക്ക്. അന്നേരം ഇരിക്കാൻ പറഞ്ഞ ശേഷം ശാലിനി ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അന്നേരം സുസ്മിത പറയുകയാണ്, നീ എന്നെ നന്നായൊന്ന് പൗഡർ പൂശ്, നല്ല സുഗന്ധമുണ്ടായിരിക്കണം, വിഷ്ണുവേട്ടൻ്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കാനുള്ളതല്ലേ, അപ്പോൾ അടുത്തേക്ക് ചേർന്നതെന്ന് ഉമ്മ വെക്കാനൊക്കെ തോന്നണം. തുടർന്ന് ശാലിനി 2 പഫ് എടുക്കുകയാണ് പൗഡർ ഇടാൻ വേണ്ടി. അന്നേരം എന്തിനാന്ന് ചോദിക്കുമ്പോൾ നല്ല സുഗന്ധമുണ്ടാകാൻ വേണ്ടിയാണെന്ന് ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിനെ പറ്റി അങ്ങ് വാതോരാതെ സംസാരിക്കുകയാണ് സുസ്മിത. ഞാൻ ആഗ്രഹിച്ചതാണ് കല്യാണം, അന്നേരമാണ് നീ ഒരു നീരാളിയെ പോലെ വിഷ്ണുവേട്ടനെ പിടികൂടിയത്. പിന്നെ നിന്നെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നിനക്ക് അറിയാമല്ലോ. നിനക്ക് കൂട്ടിന് പ്രീതിയും അച്ഛനും ഒക്കെ കൂടി, പക്ഷേ വിഷ്ണുവേട്ടൻ അവസാനം എൻ്റേതാകാൻ പോകുന്നു എന്നൊക്കെ അങ്ങ് വാതോരാതെ സംസാരിക്കുകയാണ് സുസ്മിത. ഒരു മനുഷ്യ സ്ത്രീക്ക് ഇങ്ങനെയൊന്നും കഴിയില്ല എന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം സുസ്മിത പറയുകയാണ്, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞെന്നെ പരിഹസിച്ചോ, അവസാന വിജയം എൻ്റേതാണ്, അവസാന വിഷ്ണുവേട്ടൻ എൻ്റെ കൈപ്പിടിയിലാണ്, അതിന് സാക്ഷിയാവാൻ പോവുകയാണ് നീയും. കല്യാണം കഴിഞ്ഞാൽ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നാണ് ഫാമാൻറ്റി പറയുന്നത്, പക്ഷെ അത് വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിനും നീ ഉണ്ടാകണം, എന്നെ മണി അറയിലേക്ക് ഒരുക്കി വിടുന്നത് നീ തന്നെ ആയിരിക്കണം എന്നൊക്കെ അങ്ങ് വാശിയോടെ സുസ്മിത പറയുമ്പോൾ ആകെ അങ്ങ് ദേഷ്യം കൊണ്ട് നിൽക്കുകയാണ് ശാലിനി. തുടർന്ന് നീ എന്താടി നോക്കി നിൽക്കുന്നത്, എന്നെ ഒരുക്കെന്ന് സുസ്മിത പറയുമ്പോൾ ആ 2 പഫും എടുത്ത് 2 കവിളിലേക്കും സുസ്മിതയുടെ 2 കവിളിലേക്കും അങ്ങ് ആഞ്ഞടിക്കുകയാണ് ശാലിനി. അന്നേരം വേദന കൊണ്ട് ചാടി എഴുന്നേറ്റ്, നീ എന്നെ അടിച്ചോടിയെന്നും പറഞ്ഞ് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം ശാലിനി ഒന്നും അറിയാത്ത പോലെ പറയുകയാണ്, അടിച്ചതോ, ഞാനങ്ങ് പൗഡർ ഇട്ടതല്ലേ, ഇനിയും വേണോ എന്നും പറഞ്ഞ് പഫ് അങ്ങ് നീട്ടുകയാണ് സുസ്മിതയുടെ മുഖത്തേക്ക്. നിനക്ക് വേദനിച്ചോ, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, സോറി എന്നൊക്കെ ശാലിനി കളിയാക്കി പറയുന്നുണ്ട്. നീ മനഃപൂർവ്വം ചെയ്തതാണ്, എന്നെ ഒരുക്കാതിരിക്കാൻ വേണ്ടി നിനക്ക് ഇവിടെ നിന്ന് മനഃപൂർവ്വം ഇറങ്ങിപ്പോകണം, അതിനല്ലേ നീ സ്കൂട്ടാവാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് സുസ്മിതയും ചോദിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും ഒരുക്കട്ടെ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ പഫ് തട്ടിക്കളഞ്ഞ ശേഷം നീ ആ കസേര എടുത്തിടാൻ പറയുകയാണ്. അന്നേരം സുസ്മിത ചാടി എഴുന്നേറ്റപ്പോൾ കസേര അങ്ങ് തെറിച്ചു പോയിരുന്നു. അത് ശാലിനി നേരെ എടുത്തിടുകയാണ്. തുടർന്ന് കണ്ണാടിയുടെ മുമ്പിലേക്ക് സുസ്മിത ഇരിക്കുമ്പോൾ മുഖം കണ്ടിട്ട് സുസ്മിതയ്ക്ക് തന്നെ അങ്ങ് ദേഷ്യം വരുന്നു, മുഖം മുഴുവൻ പൗഡറായിട്ട്. തുടർന്ന് സുസ്മിത തുണി കൊണ്ട് പൗഡർ മുഴുവൻ തുടച്ച് കളയുന്നുണ്ട്. അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട്, ഞാൻ സഹായിക്കണോന്ന്. വേണ്ട, നീ ഒന്ന് പോടീന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി, ഞാനിപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മുകളിലിരിക്കുന്ന ചെരുപ്പ് ശ്രദ്ധിച്ചിട്ട് സുസ്മിത പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യുക, ചെരുപ്പ് ഇനി എടുത്തതാ, ഞാൻ കാലിലിടേണ്ടത് നീ കൈകൊണ്ട് എടുത്തു തരണം, അതാണ് നിനക്ക് പറ്റിയ ജോലി. തുടർന്ന് ശാലിനി കൈകൊണ്ടെടുക്കാൻ നോക്കുമ്പോൾ അതങ്ങോട്ട് എത്തുന്നില്ല. തുടർന്ന് തറ തൂക്കുന്ന ബ്രഷ് എടുത്തുകൊണ്ടുവന്ന് ശാലിനിയെ ചെരുപ്പ് തട്ടിയിടുകയാണ്. അത് സുസ്മിതയുടെ തലയിൽ കൂടെ തന്നെ വീഴുന്നുണ്ട്. അന്നേരം ചാടി എഴുന്നേറ്റ് എന്തുവാടിയും ചോദിക്കുമ്പോൾ ചെരുപ്പല്ലേ വീണത് എന്നൊന്നും അറിയാത്തതുപോലെ ശാലിനി പറയുന്നു.
ചെരുപ്പ് പുറത്ത് വീണുമ്പോൾ ചാടി എഴുന്നേൽക്കുന്ന സുസ്മിത കൺമഷി എഴുതുകയായിരുന്നു. അന്നേരം കവിളിലൊക്കെ കൺമഷി ആകുന്നുണ്ട്. തുടർന്ന് ഇങ്ങനെയാണോടി ചെരുപ്പ് എടുത്ത് തരുന്നതെന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അതെ, ചെരുപ്പ് എടുത്ത് തരാനല്ലേ പറഞ്ഞത്, എന്നോട് എങ്ങനെ എടുത്തു തരണം എന്നൊന്നും പറഞ്ഞില്ലല്ലോ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, വീണ്ടും ഒരുക്കാൻ സഹായിക്കട്ടെ എന്ന് ശാലിനി ചോദിക്കും. ഒന്നും വേണ്ട, ഇറങ്ങിപ്പോടി എന്ന് പറയുകയാണ് സുസ്മിത ശാലിനിയോട്. തുടർന്ന് പോകാൻ നേരം കസേര നേരെയാക്കിയിടണമെന്ന് വീണ്ടും സുസ്മിത പറയുന്നുണ്ട്. വീണ്ടും ചരിഞ്ഞു കിടക്കുന്ന കസേര എടുത്ത് നിവർത്തി വെച്ചു കൊടുക്കുകയാണ് ശാലിനി. എന്നിട്ട് പോകാൻ നേരം പറയുകയാണ്, അതെ, ഈ കൺമഷി കണ്ണിലാണ് എഴുതേണ്ടത്, അത് കവിളിലല്ല എഴുതേണ്ടത്. അന്നേരം ഒന്ന് പോടിയെന്ന് സുസ്മിത പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി പോയ ശേഷം കണ്ണാടിയിലേക്ക് നോക്കുന്ന സുസ്മിത കവിളിലൊക്കെ കൺമഷി പടർന്നിരിക്കുന്നത് കണ്ട് ആകെ ദേഷ്യം കൊണ്ട് കുറേ നേരം കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അതേസമയം മാല പോയി വിജയലക്ഷ്മി റോഡിൻ്റെ സൈഡിൽ തന്നെ ഇരുന്ന് കരയുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ഒരു സ്ത്രീ സോഡയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം അത് വാങ്ങിച്ചു കുടിച്ചിട്ട് എൻ്റെ മുല്ലമൊട്ട് മാല പോയി എന്നൊക്കെ ഉറക്കെ നെഞ്ചിലിടിച്ച് കരയുന്നുണ്ട്. അന്നേരവും വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഈ സോഡയുടെ കാശ് ആര് കൊടുക്കുമെന്ന്. അന്നേരം 10 രൂപയല്ലേ, ഞാനങ്ങ് സഹിച്ചു എന്ന് ആ സ്ത്രീ പറയുമ്പോൾ, നിങ്ങളെ കണ്ടപ്പോൾ മനസാക്ഷി ഇല്ലാത്ത സ്ത്രീ എന്നാണ് ഞാൻ കരുതിയത് എന്നൊക്കെ വിജയലക്ഷ്മി പറയുകയാണ്. അന്നേരം മനസാക്ഷിയുള്ള ആളല്ലേ മാലയുമായിട്ട് പോയത് എന്ന് ആ സ്ത്രീയും ചോദിക്കുന്നുണ്ട്. അന്നേരം ആ ബൈക്കുകാരൻ തിരികെ വരികയാണ്. അന്നേരം കൂടി നിന്നവർ പറയുന്നുണ്ട്, അവൻ ചിലപ്പോൾ കൂടുതൽ പൊട്ടിക്കാനായിരിക്കും വരുന്നത്, ബൈക്ക് നമ്പർ നോക്കി വെച്ചിരുന്നാൽ മതി, കുറച്ച് അകന്ന് നിന്നാൽ മതി, വഴക്കിനൊന്നും പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ബൈക്കിലെത്തിയ ആൾ അടുത്തേക്ക് വരുമ്പോൾ വിജയലക്ഷ്മി എൻ്റെ മാല താടാന്ന് പറയുകയാണ്. മാല എറിഞ്ഞു കൊടുക്കുകയാണ് അന്നേരം വിജയലക്ഷ്മിക്ക്. തുടർന്ന് മാലയൊക്കെ ഒന്ന് നോക്കുമ്പോൾ അയാൾ പറയുകയാണ്, മുക്കുമണ്ഡവുമായിട്ട് ആളിനെ പറ്റിക്കാനായിട്ട് ഇറങ്ങിക്കോളും. അന്നേരം മുക്കുപണ്ടമോ എന്നും പറഞ്ഞ് വിജയലക്ഷ്മി ആകെ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് മാന്യമായിട്ട് മാല പൊട്ടിച്ച് ജീവിക്കാനും സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ബൈക്കുകാരനങ്ങ് തിരിഞ്ഞു പോകുന്നുണ്ട്. തുടർന്ന് കൂടെ നിന്ന സ്ത്രീ അതെടുത്ത് നോക്കിയിട്ട് പറയുകയാണ്, 250 രൂപയ്ക്ക് ഫാൻസി കടയിൽ കിട്ടുന്ന ഈ സാധനത്തിന് വേണ്ടിയാണോ പെണ്ണുമ്പിള്ളേ നിങ്ങൾ ഇത്രയും ബഹളമുണ്ടാക്കിയത്? അന്നേരം മാല ഒന്നുകൂടി നോക്കിയിട്ട്, ശാരദാമ്മ ചതിച്ചല്ലേ, കൊടുക്കുന്നുണ്ട് ഞാനവൾക്ക്, ഇതിൻ്റെ കൂലി അവളുടെ മോൾക്ക് എന്ന് പറയുകയാണ് വിജയലക്ഷ്മി. തുടർന്ന് ഫോട്ടോഷൂട്ടിനായി എല്ലാമൊക്കെ റെഡിയായിരിക്കുകയാണ് രാഘവൻ നായരും സത്യഭാമയും പ്രീതിയുമൊക്കെ. കാത്ത് അങ്ങ് വിഷമിച്ചിരിക്കുകയാണ് വിഷ്ണുവും. തുടർന്ന് ശാലിനി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സുസ്മിത എവിടെയെന്ന് ചോദിക്കുകയാണ് ഭാമ. അന്നേരം പുറകെ വരുന്ന സുസ്മിതയെ കണ്ട് ആകെ സന്തോഷിച്ച്, മോളങ്ങ് സുന്ദരി ആയിരിക്കുന്നല്ലോ എന്ന് ഭാമ പറയുന്നുണ്ട്. അന്നേരം പ്രീതി മനസ്സിൽ കരുതുകയാണ്, ഇതെന്താ ഔവ്വ ഷൺമുഖിയാണോ? എങ്ങനെയുണ്ട് ആൻറ്റിയും ചോദിക്കുമ്പോൾ ദേവതയെ പോലുണ്ടെന്ന് ഭാമ പറയുകയാണ്. അന്നേരം ദുർദേവത എന്ന് മനസ്സിൽ കരുതുകയാണ് പ്രീതി. അന്നേരം സുസ്മിത പറയുകയാണ്, മേക്കപ്പൊക്കെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ, എനിക്കങ്ങനെ ലൈറ്റായിട്ട് മേക്കപ്പ് ഇടുന്നത് തന്നെയാണ് ഇഷ്ടം. അന്നേരം കളിയാക്കി പ്രീതി പറയുകയാണ്, സത്യമായിട്ട് സുസ്മിതയെ നിന്നെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു പെയിൻറ്റിൻ്റെ പാട്ടയിൽ വീണതാണെന്ന്. അന്നേരം ആൻറ്റിന്ന് അങ്ങ് ചിണുങ്ങി വിളിക്കുകയാണ് സുസ്മിത ഭാമയെ നോക്കി. അന്നേരം പ്രീതി എന്നും പറഞ്ഞ് പ്രീതിയുടെ കയ്യിലേക്ക് ഒരു അടി കൊടുക്കുകയാണ് സത്യഭാമ. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, പ്രീതിയോട് സുസ്മിത അഭിപ്രായം ചോദിച്ചപ്പോൾ അത് പറഞ്ഞെന്നല്ലേ ഉള്ളൂ, അവൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും ഇല്ലേ? എന്നിട്ട് സുസ്മിതയോട് പറയാണ്, എല്ലാ കാര്യത്തിലും നീ ഭാമയുടെ സഹായമൊന്നും തേടണ്ട, നിനക്ക് വേണ്ടി നീ തന്നെ സംസാരിക്കണം. ഇതൊക്കെ കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് വിഷ്ണുവും ശാലിനിയും. പ്രീതിക്ക് അസൂയാണ്, അതിന് മരുന്നില്ല. എന്നിട്ട് വിഷ്ണുവിനെ നോക്കി സുസ്മിത ചോദിക്കുകയാണ്, വിഷ്ണു ഏട്ടൻ പറയും എങ്ങനെയുണ്ടെന്ന് പറ എന്ന് സുസ്മിത പറയുമ്പോൾ ശാലിനിയൊക്കെ നോക്കിയിട്ട് കുഴപ്പമില്ല, നന്നായിട്ടുണ്ടെന്ന് വിഷ്ണു പറയുന്നു. ഗ്രിഗോറിയസ് വെരി ബ്യൂട്ടിഫുൾ എന്നൊക്കെ വിക്കി വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ കേട്ടങ്ങ് സുസ്മിത സന്തോഷിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, എടാ മതി, ഇതിൻ്റെയൊക്കെ അർത്ഥം ഡിക്ഷണറി നോക്കുമ്പോൾ നിനക്ക് നിന്നോട് തന്നെ വെറുപ്പ് തോന്നും. തുടർന്ന് ഫോട്ടോഗ്രാഫർ എവിടെ ആൻറ്റി, പെട്ടെന്ന് വരാൻ പറയും, അല്ലെങ്കിൽ എൻ്റെ മേക്കപ്പൊക്കെ ഡള്ളാവുമെന്ന് സുസ്മിത സത്യഭാമയോട് പറയുന്നു. അതേസമയം എത്തുന്ന ക്ലീറ്റസിനെ കണ്ട് ഇയാളൊന്ന് മനസ്സിൽ കരുതി വിഷ്ണു അന്ന് ക്ലീറ്റസ് ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും ഫോട്ടോ കൊണ്ടുവന്നിട്ട് സത്യഭാമയെ കാണിച്ചിട്ട്, കണ്ടില്ലേ പരസ്പരം കൊക്കുരുമി നിൽക്കുന്ന ഇണക്കരുവികളെ പോലെയെന്നൊക്കെ ഫോട്ടോ നോക്കി പറയുന്നതങ്ങ് ഓർക്കുകയാണ്. അന്നേരം അവിടെ സത്യഭാമയുടെയും സുസ്മിതയുടെയും ഒക്കെ അടുത്ത് നിന്ന ശാലിനി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് അങ്ങ് പോവുകയാണ്. ഫോട്ടോഷൂട്ട് ഇവിടെയാണോ എന്ന് ക്ലീറ്റസ് തിരക്കുന്നുണ്ട്. അതെ, ഇത്രയും ഒരുക്കങ്ങളൊക്കെ ഇവിടെ കണ്ടില്ലേ, ഇതിലും നല്ല സ്ഥലം വേറെയില്ല എന്ന് സുസ്മിത പറയുന്നു. അന്നേരം എന്താണ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് ക്ലീറ്റസ് തിരക്കുന്നുണ്ട്. തുടർന്ന് കപ്പിൾ ഷൂട്ടെന്ന് സുസ്മിത പറയുന്നു. കപ്പിൾ ഷൂട്ടോ എന്നും പറഞ്ഞ് അവരെയൊക്കെ ശ്രദ്ധിച്ചിട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിൽക്കുന്ന വിഷ്ണുവിനെയും ശാലിനിയും കണ്ട്, ഓ എനിക്ക് മനസ്സിലായെന്ന് ചിരിച്ചുകൊണ്ട് ക്ലീറ്റസ് പറയുന്നു. ഇത്രയുമാണ് മഹാ എപ്പിസോഡിൻ്റെ 1ാം ഭാഗം. ഓക്കെ, താങ്ക് യു.